എന്താ രാഘവപിള്ള ഇതിന്റെ അർത്ഥം? ഡ്രൈവറാണെന്ന് പറഞ്ഞ ശമ്പളം പറ്റി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? ക്ഷമിക്കണം മുതലാളി, തീരെ സുഖമില്ലാഞ്ഞിട്ടാണ്. സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? വയ്യലാക്കാൻ നേരത്തെ പറയണം, ഞാൻ വേറെ ആളെ വെക്കില്ലേ? അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. ഇന്നൊരു ദിവസം കൂടി മുതലാളി ഒന്ന് ക്ഷമിക്കണം. നാളെ തീർച്ചയായും ഞാൻ വന്നോളാം. അയ്യോ, അച്ഛൻ ഇങ്ങനെ പുറത്തു വന്നത്? മുതലാളി, അച്ഛന് പനിയാ, തീരെ വയ്യ. മോളാണില്ലേ? രാഘവൻ റെസ്റ്റ് എടുത്തോ. അല്ല, അവള് പറഞ്ഞ നേരല്ലേ? സുഖമില്ലെങ്കിൽ ആ കാര്യം അങ്ങ് പറഞ്ഞു വെച്ചാ പോരായിരുന്നോ? ഡോക്ടറെ മറ്റും ഇങ്ങോട്ട് അയക്കണോ? വേണ്ട മുതലാളി, ഞാനിപ്പോ കഷായം കുടിക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, എന്നാലും അങ്ങനെയല്ലല്ലോ. ഇതാ, ഇത് വെച്ചു. അല്ലെ അച്ഛന്റെ ഇരിക്കട്ടെ. നല്ലോണം സുഖമായതിനു ശേഷം രാഘവൻ ജോലിക്ക് വന്നാ മതി. അച്ഛനെ സൂക്ഷിച്ചോണേ കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാ മതി. അല്ല, ആരെങ്കിലും പറഞ്ഞാ വെച്ചാൽ മതി എന്ന് പറയായിരുന്നു. രാഘവൻ ഇങ്ങനെ മോളുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ പോട്ടെ മുതലാളി. പൊയ്ക്കോ പൊയ്ക്കോ. ലോയേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് അടുത്ത മാസം 27-നാണ്. അതിനു മുമ്പ് തീരും. ഓ, ഒരു മാസം ഉണ്ടല്ലോ, അതിനു മുമ്പ് തീരും. അവർ വീണല്ലോ. അയ്യോ, എന്ത് പറ്റി? എന്താണ്? എന്താണ്? കുറച്ച് വെള്ളം എടുത്തു. എന്താ, എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല, തല ഇറങ്ങി വീണതാ. ആവതില്ലാത്തതൊക്കെ ജോലിക്ക് വന്നിരിക്കുന്നു, മനുഷ്യനെ മെനക്കെടുത്താൻ. വയസ്സായില്ല തല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ കിടന്നാ പോരെ? ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ ഈ പണിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു? മക്കളറിയില്ലേ? ശരി ശരി, നോക്കി നിൽക്കാതെ ജോലിക്ക് പോണം. അമ്മ ഒരു കാര്യം ചെയ്യും, 2 ദിവസം പണിക്ക് വരണ്ട. ഇതാ, ഇത് പിടിക്കും. വേണ്ട, കടവെന്ന് കരുതിയാ മതി, സാധിക്കുമ്പോ തിരിച്ചു തന്നാ മതി. വാങ്ങിക്കൂ. വർഗീസേ, ഇവരെ ഒരു റിക്ഷയിൽ കയറ്റി വീട്ടിൽ വിട്ടേക്കും, ഞാൻ പിന്നെ വരാം. ശരി സാർ. എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടൻ വാങ്ങി തന്ന സാരിയാ. സാരിയുടെ ഭംഗി അറിയണമെങ്കിൽ എന്റെ പെങ്ങൾ ഉടുക്കണം. അയ്യേ, ചേട്ടൻ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ആ പറഞ്ഞ നേരാ. ഈ കാട്ടിലും മലയിലും ജീപ്പ് ഓടിച്ച് നടക്കുന്ന ഞാൻ ഇവിടെ സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണാൻ. ഇനി വാ, ചോദിക്കാം. വീട് ചേട്ടാ, എനിക്ക് നേരായി ട്യൂഷന് പോണം. അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കല് എനിക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ ഈ പഠിപ്പിക്കലൊക്കെ തകയം നിർത്താനുള്ള പണി കണ്ടുവച്ചിട്ടാണ് അമ്മേ ഞാനിന്ന് വന്നിരിക്കുന്നത്. എനിക്കെന്താ, മാസം തികയുമ്പോ ചക്കച്ചുള പോലെ എണ്ണി വാങ്ങിക്കുന്ന കാശങ്ങില്ലാതോ? നിന്നെ കെട്ടാൻ പോകുന്നവനെ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ ചേട്ടാ. അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാ. ഇവക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരാണോ മോനെ? ആരാ അത്? ഒരു മോട്ടോർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്, BA കാരനാ, നല്ല മിടുക്ക്. അവൻ നമ്മുടെ ശ്രീദേവിയെ കണ്ടിട്ടുള്ള ലക്ഷണമാ കാണുന്നത്. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം പോലെ നടക്കും. എടോ, അവിടെ ഒന്നും നനഞ്ഞിട്ടില്ലടോ. ദാ ഇവിടെ നോക്ക്, അവിടെ നനഞ്ഞിട്ടില്ല. ആരാത്? ഓഹോ, ടീച്ചർ അമ്മയോ? മാധവിയമ്മയില്ലേ? ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടല്ലോ. ദാ മുകളിലോട്ട് എന്നാട്ടെ.
മാധവിയമ്മേ, മാധവിയമ്മേ, മാധവിയമ്മേ. നിങ്ങൾ എന്തോന്നേ കാണിച്ചത്? അവളിങ്ങനെ ചാടിയാണ് ഞാൻ എന്നാ വേണം? മൂത്ത് നരച്ചല്ലോ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടുത്തിന്റെ പല്ലേൻ താഴെ ഇടും. അടിക്കാനും പല്ലെടുക്കാനും ആളിപ്പോ വരും. പോലീസേ, നാണമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളുടെ മോടെ പ്രായമല്ലോ ഉള്ള പെണ്ണ്. ഛെ, നിർത്തടി. നീ എന്നെ ഉപദേശിക്കാൻ നടക്കുന്നോ? കേൾക്കാൻ ഞാൻ അയ്യോ, നിങ്ങൾ ബാബുവിന്റെ പെങ്ങളല്ലേ? എന്തു പറ്റി? വരൂ, ആസ്പത്രിയിലേക്ക് പോ. വേണ്ട, വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ മോനെ, എന്താ നീ ഇവിടുത്തെ നിൽക്കുന്നത്? ഒരു കാര്യമുണ്ടമ്മേ, സ്വകാര്യം. ആ മോനെ, നീ എങ്ങോട്ടാ? ഒരു മോട്ടോർ മെക്കാനിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ അമ്മാവ? അവന് നമ്മുടെ ശ്രീദേവി ഇഷ്ടമാണ്. അവന്റെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കും. അതിന് നമ്മുടെ ഈ പണം വേണ്ടേ? അല്ലാതെ ഈ കല്യാണം എങ്ങനെ നടക്കും? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി നടക്കും. നമുക്ക് അവളെ കഴിഞ്ഞുള്ള കാര്യമല്ലേ ഉള്ളൂ അമ്മാവ. ബാബേട്ടാ, കുട്ടി, എന്ത് സംഭവിച്ചു? ഒന്ന് വേഗം വരൂ. ശ്രീദേവിക്ക് എന്ത് പറ്റി കൃഷ്ണൻകുട്ടി? ഒരു വീടിന്റെ മുന്നിൽ തളർന്നു വീഴുന്ന കണ്ടു. ആസ്പത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. പോയൊരു ഡോക്ടർ വിളിച്ചോണ്ട് വരൂ. ശരി. ശ്രീദേവി, ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോ മാധവിയുടെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ ഞാൻ മുകളിൽ നിന്ന് ചാടി. മാധവിയുടെ ഭർത്താവോ? അതെ, മണിമംഗലം ബംഗ്ലാവിലെ. മണിമംഗലം ബംഗ്ലാവ്? മോളെ, അമ്മേ, അമ്മേ, വെള്ളം, വെള്ളം, വെള്ളം.